സമയം പുലർച്ചെ ഏകദേശം 3:30 മണി. ഉറക്കമില്ലാത്ത രാത്രികൾ പലതും ഉണ്ടായിട്ടെങ്കിലും ഇന്നലത്തേത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ യൂട്യൂബ് കരിയറിലെ വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് മൊമെന്റ്സ്. മഴയൊക്കെ ആയതുകൊണ്ട് ഒരു AC ഉള്ള ഊബർ ബുക്ക് ചെയ്തു. പക്ഷേ കസ്റ്റമർ നനയുന്നതും ഗ്ലാസ്സിൽ ഫോഗ് അടിക്കുന്നതും ഒന്നും അല്ല പ്രശ്നം. വായിലുള്ള ഗുഡ്ക അത് തുപ്പണം, അതായിരുന്നു പ്രധാനം. അത്തരത്തിലൊരു ഡ്രൈവറിനെയാണ് നമുക്ക് കിട്ടിയത്. എന്നാലും നേരെ ഞങ്ങളെ കൊണ്ടിറക്കി അങ്ങ് ബാംഗ്ലൂർ എയർപോർട്ടിൽ. യെസ്, ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് നേരെ വിമാനത്തിൽ കയറി. വല്ലാത്ത പുക. കൊതുക് ശല്യം ഒഴിവാക്കാൻ മരുന്നടിച്ചതാണ് എന്ന് ചില യാത്രക്കാർ പറയുന്നത് കേട്ടു. എന്തായാലും നമ്മൾ നേരെ ലാൻഡ് ചെയ്തു അങ്ങ് മുംബൈയിൽ. അങ്ങനെ ബാഗും എടുത്ത് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പോലെ ക്യാമറ സെറ്റാക്കിയിട്ട് ക്യാമറ നോക്കാതെയുള്ള നടത്തം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും മീറ്ററിൽ ഓടുന്ന ഓട്ടോ കണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടി. അങ്ങ് ബാംഗ്ലൂരിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. അങ്ങനെ കുളിയും കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അടുത്തൊരു ടാക്സി പിടിച്ച് നമ്മൾ സീലിംഗിലൂടെ ഇങ്ങനെ നേരെ പോവുകയാണ് ടു എ പ്ലേസ് കോൾഡ് ദ ഡോം. അത്യാവശ്യം 1 മണിക്കൂറിൻ്റെ യാത്രയാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിയാണ് ഇരിക്കുന്നു നമ്മുടെ അംബാനിജിയുടെ വീട്. അംബാനിജിയുടെ വീടൊക്കെ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. അവിടേക്ക് നമ്മൾ വല്ലപ്പോഴൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ബോർഡ് കണ്ടോ, ദ സ്റ്റേജ് ഈസ് യോഴ്സ്. Yes guys, we have been invited to the YouTube Fan Fest 2025. അതും വെറും ഇൻവൈറ്റ് അല്ല, ഒരു VIP ഇൻവൈറ്റ്. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ ഒരു പോസ് എന്തായാലും നിർബന്ധമാണ്. അങ്ങനെ രണ്ടുപേരും കയ്യിൽ ആ ഒരു VIP ബാൻഡും കെട്ടി നേരെ VIP ലൗഞ്ചിലേക്ക് പോയി. ഇവിടെ എന്തോ അപാരമായ ജ്യൂസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓടിച്ചാടിപ്പോയി അത് വാങ്ങി. പക്ഷേ ചെറുതായിട്ടതൊന്ന് പാളി. മുകളിലാണ് നമ്മുടെ VIP സീറ്റിംഗ് ഉള്ളത്. അതിലേക്ക് പോകുന്ന കോറിഡോറാണ്. ഇവിടെ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഈ കാണുന്ന ക്രിയേറ്റേഴ്സ് എല്ലാമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് വരാനായിട്ട് പോകുന്നത്. കുറേ തപ്പിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ടെക്കിൽ ആരെയും കണ്ടില്ല. അവിടെ ടെക്ക് എന്നുള്ളൊരു കാറ്റഗറി പോലും എഴുതി വെച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. മോസ്റ്റ്ലി ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഒക്കെ ആയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ എനിക്കറിയാം, ബട്ട് ഭൂരിഭാഗം ആൾക്കാരും ഇവൾക്കറിയായിരുന്നു. അങ്ങനെ ഒരു മാസ് എൻട്രി സെറ്റാക്കാൻ VIP ബോക്സിലേക്ക് നടന്നു. ബട്ട് പണിപാളി, ലൈൻ കട്ട്. ബട്ട് വളരെ നേരത്തെ ആയിപ്പോയി. പരിപാടി തുടങ്ങാൻ കുറച്ചുകൂടെ ഡിലേ ആവും. അപ്പോൾ ഡിന്നർ കിട്ടാനും കുറച്ചുകൂടെ ഡിലേ ആവും എന്നുള്ളത് കുറച്ചുകൂടെ ഫുഡ് കയറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ആ ഒരു ഡിന്നർ ഏരിയയിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ജ്യൂസ് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡിന്നർ സമയത്തെ തുറക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളത് കൊണ്ട് വയറ് നിറച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോന്നു. താഴെ ഞാൻ ഇഷ്ടം പോലെ ഫാൻസിനെ കണ്ടു. ഫാൻസാണ്, പക്ഷേ എൻ്റെ അല്ല, വേറെ ആരുടെയൊക്കെയോ. മലയാളികളൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ കൂട്ടത്തിൽ. പിന്നെ പരിപാടികൾ തുടങ്ങി. ഫുള്ള് DJ, പാട്ട്, ഡാൻസ്, മിമിക്രി, ഒരേ പരിപാടികൾ തന്നെയായിരുന്നു. അതായത് ഒരു ഫുൾ അവാർഡിനായിട്ട് വൈബ്. ലൈറ്റിംഗ് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, സീറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം. പക്ഷേ ഇത് യൂട്യൂബർമാരുടെ ഒരു അവാർഡ് നൈറ്റ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറയാം. അതിലാണ് നമ്മളെ ഒരു ഗസ്റ്റായിട്ട്, അതും ഒരു VIP ഗസ്റ്റായിട്ട് വിളിച്ചത്. എനിക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതായി ഇഷ്ടംപോലെ വലിയ വലിയ ക്രിയേറ്റേഴ്സ് അവിടെ വന്ന് പെർഫോം ചെയ്തു. എന്നാൽ ഇടയ്ക്ക് സർപ്രൈസ് ആയിട്ട് വരുൺ ധവാൻ വന്ന് ഡാൻസ് കളിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒപ്പം സോനു നിഗമിൻ്റെ ഒരു പാട്ടും. സോനു നിഗമിനൊക്കെ ഒന്ന് ലൈവായിട്ട് കേൾക്കാൻ കൊതിച്ചിട്ടുണ്ട് കുറേ കാലം. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു അടിപൊളി പരിപാടിയായിരുന്നു. പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരെ, യൂട്യൂബിൽ മാത്രം നമ്മൾ കേട്ട് ആസ്വദിച്ച പല പാട്ടും പാടിയ ആൾക്കാരെ നേരിട്ട് വന്ന് പെർഫോം ചെയ്യുന്നത് കേൾക്കാനും അവരുടെ ഡാൻസുകൾ കാണാനും അവരുടെ പരിപാടികളൊക്കെ ആസ്വദിക്കാനും ഒക്കെ ഒരു ചാൻസ് കിട്ടി. അങ്ങനെ കിഡ്ലൻ പരിപാടി ഏകദേശം 10:30 ആയപ്പോഴാണ് അവസാനിച്ചത്. അങ്ങനെ നമ്മുടെ VIP ലൗഞ്ചിലുള്ള ഫുഡ് ഓപ്പണായി. ഫുഡും കഴിച്ച് നമ്മൾ അവിടുന്ന് നേരെ സ്റ്റേജിൻ്റെ ഏരിയയിലേക്ക് പോയി. അവിടെ ഡെക്കറേഷനൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ VIP സീറ്റിൽ ഇരുന്നത്. സത്യമായിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലൈഫ് മൊമെൻ്റാണിത്. ബട്ട് ഒരു നാൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു നാൾ ഈ കാണുന്ന സ്റ്റേജിൽ എനിക്ക് നിൽക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. ആൻഡ് അതിനു വേണ്ടി ലെറ്റ്സ് വർക്ക് ഈവൻ ഹാർഡർ. So guys, wishing you a very warm, happy 2026.